63-ാമത്തെ പദ്യം. അനേക സത്തോപന്യാസേ വാക്യാർത്ഥസ്യാനവസ്ഥിതിഃ തദേക പരമോ ദേവോ മദവാക്യാർത്ഥസമ്മതഃ. അനേക സത്വോപന്യാസി, അനേക ദൈവത്തിന് സത്തയുണ്ടെന്ന് പറയുകയാണ്. വാക്യാർത്ഥത്തിന് അനവസ്ഥിതി, വ്യവസ്ഥയില്ലായ്മ സംഭവിക്കും എന്ന്. അതായത് അനേക ദൈവങ്ങളുണ്ടെന്ന് സമർത്ഥിക്കുകയാണെങ്കിൽ ഇവിടെ അനവസ്ഥിതി എന്ന ഒരു ദോഷമുണ്ടാകും. എന്താണ് അനവസ്ഥിതി എന്ന് പറയുന്നത്? അനവസ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വടക്ക് മലബാറിൽ ഒരു ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അതായത് ഈ ഭൂലോകം പടച്ചത് പടച്ചവനാണെങ്കിൽ പടച്ചവനെ പടച്ചവൻ ആരാണെന്ന്. ഭൂലോകം പടച്ചത് പടച്ചവനാണെങ്കിൽ പടച്ചവനെ പടച്ചവൻ ആരാണ്? അറിയോ ആർക്കെങ്കിലും? ഉത്തരം പറയാൻ കഴിയില്ല. നിങ്ങൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചു, പടച്ചവന് നിങ്ങൾ പറഞ്ഞു എന്ന് വിചാരിച്ചു. അപ്പോൾ വീണ്ടും ചോദ്യം വരും, പടച്ചവൻ ആരാണ്? അപ്പോഴും നിങ്ങൾ ഉത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചു. വീണ്ടും ചോദിക്കും, പടച്ചവൻ ആരാണ്? ഇങ്ങനെ ചോദിക്കുമ്പോൾ ഒരിടത്തും ഇതിന് അറ്റമുണ്ടാകില്ല. അതിന് അനവസ്ഥിതി എന്ന് പറയും. അനവസ്ഥിതി എന്ന് പറഞ്ഞ ഒരു എൻ്റെ ഇല്ലാതെ പോകും. ഇങ്ങനെ നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ അറിയൂ. എൻ്റെ അച്ഛന് ഒരു അച്ഛനുണ്ട്, ആ അച്ഛന് വേറൊരു അച്ഛനുണ്ട്, ആ അച്ഛന് വേറൊരു അച്ഛനുണ്ട്, ആ അച്ഛന് വേറൊരു അച്ഛനുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബാലിശമായിട്ട് അങ്ങനെ ചോദിക്കും. കുട്ടികൾ പോലും ചോദിക്കും, ദൈവത്തിൻ്റെ അച്ഛൻ ആരാണ്? ഉത്തരം പറയാൻ നമുക്ക് കഴിയും. ആ ചോദ്യങ്ങൾ വരാം. പക്ഷേ പ്രപഞ്ചത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ പ്രപഞ്ചത്തിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ. ആ കാരണത്തിന് പിന്നിലേക്ക് ചോദിക്കുന്നത് അസംബന്ധവും വിഡ്ഢിത്തവും, ജീവിതത്തിനെ വട്ടുപിടിപ്പിക്കാൻ പിന്നെ വേറെ ഒന്നും ആവശ്യമില്ല. ആ ചോദ്യങ്ങളാണ് പിന്നീട് നമുക്ക് തത്വചിന്തയിൽ ഒരു ചോദ്യമായിട്ട് പിന്നീട് വരുന്നുണ്ട്. കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത്? കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായത് എന്ന് ചോദിച്ചാൽ എങ്ങനെ ഉത്തരം പറയുന്നു? കോഴിയാണ് ആദ്യം ഉണ്ടായത്. കോഴി ഉണ്ടായതിന് ശേഷമല്ലേ മുട്ടയുണ്ടാവുള്ളൂ. മുട്ടയുണ്ടായാലല്ലേ കോഴി ഉണ്ടാവുള്ളൂ. അപ്പം അങ്ങനെ അനവസ്ഥിതി എന്ന് പറയുന്നത് ഉത്തരം കിട്ടാത്ത രീതിയിൽ പോകും. അനേകം ദൈവങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ ഏത് ദൈവത്തെ ഏത് ദൈവം സൃഷ്ടിച്ചു എന്ന് ചോദിക്കും. ഈ ചോദ്യങ്ങൾ ഒരിടത്തും എത്താതെ പോകുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളും മനസ്സും കൂടുതൽ കൂടുതൽ സന്ദേഹത്തിലേക്ക് പോവുകയും ചെയ്യും. അതുകൊണ്ട് എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന ഒരു കാരണമായിട്ടാണ് ദൈവം വരുന്നത്. എല്ലാറ്റിനെയും കാരണം ആയിട്ട് ഏക കാരണം വരുന്നു. പ്രപഞ്ചത്തിൽ നമുക്ക് ഓരോന്നെടുത്തു കഴിഞ്ഞാൽ അതിന് ഓരോരോ കാരണങ്ങൾ കണ്ടെത്താം. പ്ലാവ് എങ്ങനെയുണ്ടായി? വിത്തിൽ നിന്നുണ്ടായി. വിത്ത് എവിടെ നിന്നുണ്ടായി? മണ്ണിൽ നിന്നുണ്ടായി. മണ്ണ് എവിടെ നിന്നുണ്ടായി? മണ്ണ് വേറൊന്നിൽ നിന്നുണ്ടായി. പാറയിൽ നിന്നുണ്ടായി. പാറ എവിടെ നിന്നുണ്ടായി? അങ്ങനെ ചോദിച്ചു പോകാം. പക്ഷേ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ഏതൊന്നിൽ നിന്നുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ ദൈവത്തിൽ നിന്നുണ്ടായി. ഏക കാരണമേ ഉള്ളൂ പ്രപഞ്ചത്തിന് ഏക കാരണമേ ഉള്ളൂ എന്ന് ബോധ്യപ്പെട്ട ഋഷികളെ, ആചാര്യന്മാരെ, ഗുരുക്കന്മാരെ നിങ്ങൾ വിശ്വസിക്കണം. നിങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നത് വരെ. അനുഭവം ഉണ്ടായാൽ നിങ്ങൾ വിശ്വസിക്കേണ്ടതില്ല, നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊള്ളൂ. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അനുഭവം വരുന്നത് വരെ നിങ്ങൾക്ക് വിശ്വസ്തരായ ഒരു ഗുരുപരമ്പരയെ സ്വീകരിക്കേണ്ടതുണ്ട്. അവർ പറയുന്നത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് എന്തുകൊണ്ട്? കാരണം അവർക്ക് മുമ്പുള്ള പരമ്പരയെയും അവർ വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഗുണമുണ്ടായി. ഗുരുദേവന്റെ മുമ്പുള്ള ഗുരുപരമ്പരകളിൽ വിശ്വാസമുണ്ടായിരുന്നു. അവിശ്വസിച്ചിട്ടില്ല ഗുരു. അതുകൊണ്ട് ഗുരുവിന് ജ്ഞാനമുണ്ടായി. ഗുരുവിന് ജ്ഞാനമുണ്ടായപ്പോൾ ഗുരു നമുക്ക് ആ ജ്ഞാനം പകർന്നു തന്നു. അതുകൊണ്ട് ഗുരു നമ്മളോട് പറഞ്ഞു തരുന്നത് എല്ലാറ്റിനെയും പടച്ചിരിക്കുന്നത് ഒരു പടച്ചവനാണ്.
അതിന് പിന്നിലൊരു പടച്ചവനില്ല. അതുകൊണ്ട് പടച്ചവനിൽ അവസാനിക്കുകയല്ലാതെ ക്രിയേറ്ററിലെല്ലാം ചെന്ന് അവസാനിക്കും. ഒരേ ഒരു ക്രിയേറ്ററേ ഉള്ളൂ. ക്രിയേറ്റർക്ക് വേറെ ക്രിയേറ്ററില്ല. അത് അസംബന്ധമായ മനസ്സിൻ്റെ ചോദ്യമാണ്. മനസ്സ് അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് മനസ്സിൻ്റെ ഒരു വ്യവസായമാണ്. മനസ്സ് അസംബന്ധമായ ചോദ്യങ്ങൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. അതുകൊണ്ട് മനസ്സിന് ചോദ്യം ചോദിക്കാനുള്ള പഠിപ്പിക്കലാണ് ആദ്യം ഗുരുക്കന്മാരെ പഠിപ്പിച്ചിരുന്നത്. ശ്രീനാരായണ ഗുരു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആ ചോദ്യം. കോഹം, ഞാൻ ആരാണെന്ന് ചോദിക്കണം. ഞാൻ ആരാണ് എന്നാണ് ചോദിക്കേണ്ടത്. ഇതം ജഗത് കുതഹ, ഈ ജഗത്ത് എവിടെ നിന്നുണ്ടായെന്ന് ചോദിക്കണം. അത്തരം ചോദ്യങ്ങൾ ഒരു ഉത്തരത്തിൽ ചെന്ന് അവസാനിക്കും. അത് ദൈവത്തിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ അനേക സത്വോപന്യാസേ, അനേക ദൈവസത്തയുണ്ടെന്ന് പറയുകയാണെങ്കിൽ വാക്യാർത്ഥസ്യ അനവസ്ഥിതി, വാക്യാർത്ഥത്തിന് ഒരു അറ്റവും ഉണ്ടായിരിക്കില്ല, ഒരിടത്തും എത്തുകയില്ല. ആർക്കൊരു ഉത്തരവും കിട്ടും. അതിനാൽ മതവാക്യാർത്ഥ സമ്മത, മതവാക്യാർത്ഥത്തിന് സമ്മതവും പരമഃ ശ്രേഷ്ഠവുമായ ദേവഃ, ദൈവം ഏകഃ, ഒന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവം ഒന്ന് തന്നെയാണെന്ന് പറയുന്നത്. വെറുതെ നമ്മൾ സങ്കല്പിച്ച് ഒരുപാട് ദൈവങ്ങളെ ഉണ്ടാക്കിപ്പോയാൽ ഒരിടത്തും എത്താതെ പോകും. അതുകൊണ്ട് അവസാനമായിട്ട് ആൻസറായിട്ട് വരുന്ന ഒരു ദൈവം, അതിനുശേഷം അതിന് പിന്നിലേക്ക് ചോദ്യങ്ങളില്ല. ഏകദൈവത്തിലാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പൂർണ്ണത ഉണ്ടാകുന്നത്. പ്രപഞ്ചം തിരോഭവിക്കുന്നതും ജാതമാകുന്നതും ആ ഏകദൈവത്തിലാണ്. പ്രപഞ്ചം നിലനിൽക്കുന്നതും ആ ഏകദൈവത്തിലാണ്.